ഈ മാസം നമ്മുടെ ജീവിതത്തിന്മേൽ സന്തോഷവും സമാധാനവും അനുഗ്രഹവും ദൈവിക ശ്രേഷ്ഠതകളും കർത്താവ് തന്ന് മാനിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം പ്രകാരം നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുതാക്കുന്നു, ദൈവത്തെ നദി വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ 65-ാം സങ്കീർത്തനത്തിൻ്റെ ഒത്തിരി ആശയങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് വളരെ സന്തോഷകരം തരുന്ന വാക്യമാണ്. കൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ 5 മാസം ഈ ഭൂപരപ്പിൽ നമ്മെ അത്ഭുതകരമായിട്ട് കർത്താവ് പരിപാലിച്ചു. ആമേ, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തന്നു. ആമേ, ഞാൻ അതിലേക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എണ്ണത്തിൽ ഒന്നുപോലും കുറയ്ക്കാതെ കഴിഞ്ഞ 5 മാസം ദൈവാത്മാവ് താങ്ങി പരിപാലിച്ചു. പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നും കൂട്ടായ്മയുടെ ബലമെന്തെന്നും നമുക്ക് കഴിഞ്ഞ 5 മാസങ്ങളിലും അറിയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവിടെയാക്കി. പ്രത്യേകിച്ച് ആമേ, കൃപയാൽ ഈ 6-ാം മാസത്തിന് 1-ാം തീയതി എൻ്റെ ജീവിതത്തിലും ദൈവം 1 വർഷം കൂടി നീട്ടി തന്നു. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. കൃപയാൽ ആമേ, ഞങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥന പങ്കാളികൾക്കും ക്രിസ്തുവിൽ നമ്മൾ വന്ദനം അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആമേ അത്യാവശ്യമാണ്. ആമേ, ശുശ്രൂഷകളിൽ മുമ്പോട്ട് ഗമനത്തിന് വളരെയധികം ദൈവമക്കളുടെ കൂട്ടായുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. ഇതുവരെ പ്രാർത്ഥിച്ചവർക്ക് ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. നീ സംവത്സരത്തെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്ന വചന പ്രകാരം ഈ വർഷം അനേക നന്മകൾ ആ ദൈവം നിറയ്ക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ മാസത്തിൻ്റെ ഒരു ദൈവിക സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രോമിസ് വേഡ് ഞായറാഴ്ച അല്ല ഇന്നലെ നമ്മൾ ആ വാക്യം വായിച്ച് വിട്ടു. അതിൻ്റെ 1-2 ആലോചന നമുക്ക് ഇന്ന് രാവിലെ പ്രോമിസ് വേഡായി, ഈ മാസത്തിൻ്റെ പ്രോമിസ് വേഡായി നമുക്ക് ചിന്തിക്കാം, വായിക്കാം. യെശയ്യാപ്രവാചന പുസ്തകം 48-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യവും അതിൻ്റെ 7-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചന പുസ്തകം 48-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ദയവായിട്ട് വായിക്കാമല്ലോ. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നതന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാൻ അത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അത് പണ്ടല്ല, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുമ്പ് നീ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവശബ്ദമാണ്. നാം കഴിഞ്ഞ മെയ് മാസത്തിൻ്റെ ആലോചന യെശയ്യാപ്രവാചന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നാം കഴിഞ്ഞ മാസത്തെ പ്രോമിസ് വേഡായിട്ട് ഉപയോഗിച്ച് നാം അതൂത് വാങ്ങി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. കൃപയാൽ എണ്ണി പറയത്തക്കവണ്ണം ഒത്തിരി സന്തോഷങ്ങൾ കഴിഞ്ഞ 5-ാമത്തെ മാസം പല കൂടാരത്തിലും പല തലമുറകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി. എന്നാൽ ഈ പുതിയൊരു മാസം അല്ലെങ്കിൽ 6-ാമത്തെ മാസത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്ന ഒരു വാഗ്ദത്ത വചനം, വിശുദ്ധ ബൈബിൾ മുഴുവനും വാഗ്ദത്തങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട പുസ്തകമാണ്. എങ്കിലും നാം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരു വചനത്തിൽ ഫോക്കസ് ചെയ്ത് നാം ആ വാഗ്ദത്ത വചനം നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുന്ന സമയത്ത് ആത്മീകമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും നമുക്കൊരു തൃപ്തി വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് കുടിലിൽ കിടക്കുന്ന വ്യക്തിയായിരുന്നാലും കൊട്ടാരത്തിൽ പാർക്കുന്ന വ്യക്തിയായിരുന്നാലും ആ വ്യക്തിക്ക് ഒരു ആത്മീയ സംതൃപ്തി, സ്വസ്ഥത എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി അതിനേക്കാട്ട് ഉപരിയായിട്ടുള്ള ചില സന്തോഷങ്ങൾ അത്യാവശ്യമായി തരേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ മാസവും തിരഞ്ഞെടുക്കുന്ന ഈ തിരുവചനത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ഇന്ന് രാവിലെ നമുക്ക് കർത്താവേ, അത് പണ്ടല്ല,
അത് ഇപ്പോൾ തന്നെ അത് സൃഷ്ടിക്കപ്പെടത്തക്കവണ്ണം ദൈവം എനിക്ക് വേണ്ടി ഒന്നിനെ സൃഷ്ടിച്ചു തരണം. അത് ഈ 6-ാമത്തെ മാസം സൃഷ്ടിച്ചു തന്നാൽ അത് ഏറ്റവും നന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് ഇന്ന് തന്നെ അത് ഉത്ഭവിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ ഇടപെടലുകൾ അയക്കണം. അത് നമ്മൾ ജീവിതത്തിനകത്ത് ബോധ്യപ്പെടണം. ഞാൻ ഇന്ന് രാവിലെ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു റെഫറൻസ് കൂടെ ഞാനത് ആഡ് ചെയ്ത് അവിടെ ഇന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞത്തോളം നമുക്ക് ഓരോ കൂട്ടായ്മയിലും ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള ദൂതുകൾ കർത്താവ് തരുന്നുവെങ്കിൽ നമുക്കത് ശുശ്രൂഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. വായിക്കാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? യോശുവയുടെ പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം പ്ലീസ്. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്നു പേരായിരുന്നു. അർബ എന്നവൻ അനാക്കിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് ദൈവം സ്വസ്ഥത കൊടുത്തു. പണ്ട് ഹെബ്രോന്റെ പണ്ടത്തെ ഒരു പേരുണ്ടായിരുന്നു. ആ ഹെബ്രോന്റെ പണ്ടത്തെ പേരാകുന്നു കിര്യത്ത് അർബ എന്ന വാക്ക്. ബൈബിളിൽ അനാക്യരുടെ ഒരു ഭയങ്കര ലിസ്റ്റ് കാണുന്നുണ്ട്. പൂർവ്വ പിതാവും അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനുമായിരുന്നു അർബ എന്ന യോദ്ധാവിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത്. അല്ലെങ്കിൽ അതിനെ കുറിച്ച് യഥാർത്ഥ വാക്ക് ഹീബ്രു ഭാഷയിൽ 4 പേരുടെ നഗരമെന്നാണ് ഈ അർബ എന്ന വാക്കിനർത്ഥം. 4 പേരുടെ നഗരം എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചു വെച്ചത് മൊത്തം അനാക്യന്മാരെന്നാണ്. അപ്പോൾ 4 അനാക്യന്മാരായ ശക്തന്മാരുടെ നഗരമായിരുന്നു ഈ കിരിയാത്ത് അർബ എന്ന വാക്ക്. ഓർത്തോണം, സിറ്റി ഓഫ് ഫോർ എന്നൊരു വാക്കാണ്. സിറ്റി ഓഫ് ഫോർ എന്നാണ് ഈ അർബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നിരിക്കുന്നത്. പണ്ട് അനാക്യമലന്മാർ എന്ന് പറഞ്ഞാൽ മനസാക്ഷി മരവിക്കപ്പെട്ട, ഒരു കാരണവശാലും മറ്റുള്ള സ്വസ്ഥതയിലേക്ക് നയിക്കാനോ അവരല്ലാതെ 5-മനായ ഒരു വ്യക്തി തലപൊക്കി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പണ്ട് ഈ ദേശത്തെ അവിടെ ഭരണപീഠത്തിൽ വെച്ചുകൊണ്ട് ജനത്തെ മൊത്തം വേദനിപ്പിച്ച ഒരു കിരിയാത്ത് അർബ സ്വർഗത്തിലെ കർത്താവ് നമുക്കറിയാം. 15-ാം അധ്യായം ഒന്ന് വായിക്കാമോ? 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 15-ന്റെ 13-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 15-ന്റെ 13-ാമത്തെ വാക്യം. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിന് യഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അനാക്കിന്റെ പട്ടണമായ അർബ, ആ അർബ എന്ന് പറയുന്ന ഹെബ്രോനെ ദൈവം കാലേബിന് കർത്താവ് കൊടുത്തു എന്ന വാക്കാണ്. ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ വളരെ ഗൗരവത്തോടെ ഈ വെളിപ്പാടെടുത്ത് നമുക്ക് ആത്മാവ് ധൈര്യപ്പെടണം. സ്വർഗത്തിലെ കർത്താവിൻ്റെ പദ്ധതി, ഈ വാഗ്ദത്ത ദേശം, കനാനിയുടെ വാഗ്ദത്ത ദേശം ശ്രേഷ്ഠമ ദേശമാണ്. പണ്ടത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ശ്രേഷ്ഠ അവകാശത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം 85ഓളം വയസ്സ് പ്രായമുള്ള ഈ ദൈവദാസനായ കാലേബ് 40-ാമത്തെ വയസ്സ് ദൂത് പ്രാപിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് വെളിപ്പാടൊന്ന് പറയണം. 40-ാമത്തെ തൻ്റെ തികഞ്ഞ നല്ല യൗവനത്തിലാണ് ദൂത് പ്രാപിച്ചത്. 45 വർഷമായിട്ട് ആ ദൂത് നിറവേറുന്നില്ല. 45 വർഷം നിറവേറുന്നില്ല. പക്ഷേ അതേപോലെ ദൂത് പ്രാപിച്ചതാണ് യോശുവ. യോശുവയും കാലേബും തൻ്റെ യജമാനനായ മോശയുടെ നാവിൽ നിന്നുകൊണ്ട് ദൂതുകൾ വാഗ്ദത്തങ്ങൾ മൊത്തം പ്രാപിച്ചു. പക്ഷെ യോശുവയുടെ വാഗ്ദത്തം നിറവേറി. എന്നാൽ കാലേബിന്റെ വാഗ്ദത്തം 45 വർഷം നിറവേറുന്നില്ല. വാഗ്ദത്തം പറഞ്ഞ മോശ മരിച്ചു, പക്ഷെ വാഗ്ദത്തം മരിച്ചില്ല, വാഗ്ദത്തം കിടപ്പുണ്ട്. എന്നാൽ ഈ യഹൂദ വംശജനക്കാരനായ കാലേബ് ഭയങ്കര ഓർമ്മശക്തിയുള്ള വ്യക്തിയാണ്. ഇവിടെ നമ്മളൊരു വാക്ക് ഓർപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തെന്നതിനെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട്, തിട്ടമുണ്ടായിരിക്കണം. ചില ദൈവമക്കൾ ഈ ഡയറി എഴുതാറുണ്ട്. എനിക്ക് ഒത്തിരി ആൾക്കാർ അറിയാം. ഏതൊരു പ്രവാചകൻ ദൂത് പറഞ്ഞാലും ഡേറ്റ് ഇട്ട് ആരാണ് ആ ദൂത് പറഞ്ഞു അവരെ പേര് പറയും. എഴുതിട്ട് ചിലർ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്.
എന്നോട് പറഞ്ഞ വാക്ക് 1/6 അല്ലെങ്കിൽ 1/5 അല്ലെങ്കിൽ ഇന്ന ദിവസം എന്ന് ഡേറ്റ് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചർച്ചിനകത്തൊരു റേച്ചൽ ആൻറ്റി ഉണ്ടായിരുന്നു. റേച്ചൽ ആൻറ്റിയുടെ ബൈബിളിനകത്ത് മൊത്തം ഡേറ്റിൻ്റെ ബഹളമാണ്. അവന് പറയും ഇത് റോബിക്ക് വേണ്ടിയുള്ള വാക്തത്വമായത് വാസ്തേ, ഇത് ലിൻഡയ്ക്ക് വേണ്ടി വാക്തത്വമാണ്, ഇത് സാമിന് വേണ്ടി വാക്തത്വമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആൻറ്റി 4 തലമുറ പേര് ബൈബിളിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം എന്ന് പറഞ്ഞ കാര്യം ചില വ്യക്തികൾ അത് അങ്ങനെയാണ്. അവർ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, ദൂതുകൾ, വെളിപ്പാടുകൾ അതെല്ലാം ബൈബിളിനകത്തോ ഡയറിക്കകത്തോ കുറിച്ച് വയ്ക്കും. എന്നാൽ കാലേബ് അങ്ങനെ കുറിച്ച് വയ്ക്കുന്ന സ്വഭാവമില്ലായിരുന്നു. കാലേബ് ആ ദൂതിനെ പ്രാപിച്ചു. തൻ്റെ മനസ്സിനകത്ത്, തൻ്റെ ഹൃദയത്തിനകത്ത് ആ വാക്തത്വം കിടന്നു. ദൈവമേ, പണ്ട് പറഞ്ഞ നിന്റെ വാക്തത്വം അത് മോശയിൽ കൂടി ആത്മാവ് പറഞ്ഞ വാക്തത്വമാണ്. ആ വാക്തത്വം ഒരിക്കൽ പോലും നിറവേറിയിരിക്കാൻ പാടില്ല, അത് നിറവേറണം. അങ്ങനെ ആയിരിക്കും സമയത്ത് 85 വയസ്സ് പ്രായമുള്ള കാലേബ് എന്ന മനുഷ്യൻ മോശയുടെ സ്ഥാനത്ത് വന്ന തൻ്റെ കൂട്ടുകാരനായ യോശുവയുടെ അടുക്കൽ പോയി പറഞ്ഞ വാക്കാകുന്നു, നീ എന്നോട് നമ്മൾ രണ്ടുപേരും ആ കാദേശ് ബർന്നയിൽ ഇരുന്ന സമയത്ത് എന്നോടും നമ്മുടെ യജമാനായ മോശ വാക്തത്വം പറഞ്ഞു. ആ നിന്റെ വാക്തത്വം നിറവേറി, നീ ഇപ്പോൾ നേതാവായി മാറി. എൻ്റെ വാക്തത്വം നിറവേറിയില്ല, എനിക്ക് ആ ഹെബ്രോൻ മല തരാമെന്ന് 40-ാമത്തെ വയസ്സ് പറഞ്ഞു. 45 വർഷമായിട്ടും ഹെബ്രോൻ മല എൻ്റെ കിട്ടിയില്ല. അതിന് പകരം അവിടെ ഇപ്പോൾ അമാലേക്കിന്റെ തലവനായ അർബയാണ് അവിടെ വസിക്കുന്നത്. അതുകൊണ്ട് അർബയുടെ കയ്യിൽ നിന്നും ഹെബ്രോൻ നീ കിട്ടത്തക്ക വണ്ണം എനിക്ക് അത് നീ അവകാശമായി തരണം. ഇന്ന് രാവിലെ ഈ മാസത്തിന് 1-ാം തീയതി ഞാൻ പരിശുദ്ധാൽ പറയാം, വാക്തത്വങ്ങൾ ക്ലെയിം ചെയ്യാൻ തക്കവണ്ണം നിയോഗം പ്രാപിച്ച മാതാപിതാക്കളെ കുഞ്ഞെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, ദൈവത്തോട് മധ്യസ്ഥ ചെയ്യാൻ തക്കവണ്ണം, ആത്മാവിൽ പോരാടാൻ തക്കവണ്ണം ഈ മാസം 1-ാം തീയതി തയ്യാറാകുന്നുവെങ്കിൽ എത്ര കാലപ്പഴക്കം വന്ന വാക്തത്വമായിരുന്നാലും പണ്ട് പറഞ്ഞ കാര്യം ഇന്ന് സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. പണ്ട് പറഞ്ഞ ഉയർച്ചകളുടെ ശബ്ദങ്ങൾ ഇന്നത് നിറവേറാൻ പോകുകയാണ്. പണ്ട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനകൾ അത് ഇന്ന് നിറവേറാൻ പോകുകയാണ്. അടനബൗ ശമഖരാധനാദക അത് എത്ര കാലപ്പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യും. അത് കർത്താവിന്റെ പ്രവൃത്തിയുടെ കയ്യിൽപ്പെട്ട കാര്യമാണ്. സ്തോത്രം. യോശുവ നിരുത്സാഹപ്പെടുത്തി, അച്ഛാനിപ്പോ 85 വയസ്സ് പ്രായമായി, അസ്ഥിക്ക് തേയ്മാനവും ബുദ്ധിക്ക് സ്ഥിരതയും ഓർമ്മശക്തിയും അച്ഛൻ്റെ ചിന്ത പോകുന്നിടത്തല്ല അച്ഛൻ്റെ കാല് പോകുന്നത്. അച്ഛൻ്റെ മനസ്സ് ഒരു സ്ഥലത്ത് പോകും, അച്ഛൻ്റെ കാല് വേർത്ത് പോകും. അങ്ങനത്തെ പ്രായമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്, അങ്ങ് സമാധാനിക്ക്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് കൽപ്പിച്ചോ, കിട്ടിയില്ലെന്ന് ചിന്തിച്ചോ. എന്നാൽ അച്ഛ ഒരു കാര്യം ചെയ്യും, കുട്ടൻ ചുക്ക തൈലമൊക്കെ പൂശി എന്തോ കാപ്പിയും ചുക്ക് കാപ്പിയെ കുടിച്ച് ആ തടിയൊക്കെ പിടിച്ച് വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അങ്ങിരിക്കെ, ഇനി വേണ്ടല്ലോ, പ്രായമൊക്കെ എത്രയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ കാലേ പറഞ്ഞു അതിൻ്റെ മനസ്സിലങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് യോശുവ അതിൻ്റെ മനസ്സിലങ്ങ് ഇരിക്കട്ടെ. എന്നോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ചിലപ്പോൾ ദൂത് പറഞ്ഞാൽ മോശ മരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ദൂത് മരിക്കത്തില്ല. അത് ഞാൻ മരിക്കണമെങ്കിൽ പണ്ട് പറഞ്ഞ വാക്തത്വം എനിക്ക് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, പണ്ട് പറഞ്ഞ ഉയർച്ചകളുടെ ശബ്ദം എനിക്ക് ഇപ്പോൾ വന്നെങ്കിൽ മാത്രമേ, പണ്ട് പറഞ്ഞ വെളിപ്പാട് എനിക്ക് സഫലമായിട്ട് മാത്രമേ, പണ്ട് പറഞ്ഞ ദൂതുകൾ എനിക്കിപ്പോൾ നിറവേറിയിട്ട് മാത്രമേ ഞാൻ മാറി നിൽക്കത്തുള്ളൂ. എനിക്ക് 85 100 വയസ്സായെന്ന് പറഞ്ഞാലും എനിക്കത് പ്രാപിക്കണം. പടവെട്ടും അനാക്കിന് അർബയുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു പിടിച്ച് ഹെബ്രോന്റെ എന്റെ മേൽ പതിയത്തക്ക നിലയിൽ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും. കരമടിച്ച് രാവിലെ സമയ ഈ മാസം 1-ാം തീയതി പറയാ, അർബയുടെ കയ്യിൽ നിന്നാലും അനാക്കിമയുടെ കയ്യിൽ നിന്നാലും ഏതെല്ലാം നേരക്കമ തലയിരുന്നാലും 4 ശക്തികൾ 4 ഭാഗത്ത് വന്നുകൊണ്ട് ആ വാക്തത്വം നീ പ്രാപിക്കില്ല എന്ന് എന്റെ മുഖത്തേക്ക് പല്ലിളിച്ച് കളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞാലും ആ വാക്തത്വം നിറവേറ്റിട്ട് മാത്രമേ അടങ്ങിയിരിക്കത്തുള്ളൂ. അത് എനിക്ക് ദൈവം തന്ന ഒരു ഹൈ കോൺഫിഡന്റ് ആണ്. സ്തോത്ര. ദൂത് മനസ്സിലാകുന്നൊരു സ്തോത്രം ചെയ്യാമോ? കരങ്ങൾ ഉയർത്തി രക്തത്താലും ചെയ്യാം. ഇനി എന്തുകൊണ്ട് 85 വയസ്സ് പ്രായമുള്ള കാലേബ് ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാരണം?
അല്ല, ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രാർത്ഥന വിഷയമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നിന്നോട് പറഞ്ഞ വാക്തത്വം ഇപ്പോൾ സൃഷ്ടിക്കുന്ന വാക്കിൻ്റെ ഗൗരവം നമുക്ക് പിന്നെ പഠിക്കാം. സൃഷ്ടിക്കുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ തക്കവൻ കപ്പാസിറ്റി ഉള്ളവൻ. ഈ 6-ാം മാസം 1-ാം തീയതി ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ ദൂതിനെ ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിക്കാനാണ് ഈ മാസം കൂടി ദൈവം തന്നത്. ആമേ, വരത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തെ വരുത്താൻ തക്കവണ്ണം അവൻ ആയുസ്സിനെ കൊണ്ട് നീട്ടി തന്നത്. ഇല്ല, ഈ കഴിഞ്ഞ മാസം അനേകർ മരിച്ച കൂട്ടത്തിൽ നാം മരിക്കാമായിരുന്നു. അനേകർ അപകടം സംഭവിച്ചപ്പോൾ നാമും അതിലൊരു വ്യക്തിയായി മാറാമായിരുന്നു. അനേക രോഗിയായി മാറിയ സ്ഥാനത്ത് നമ്മളും ആ ഭാഗത്താകാമായിരുന്നു. പക്ഷെ ദൈവം നമുക്ക് പൂർണ്ണ ഏൽപ്പിക്കാതെ ഈ ഒരു പുതിയ മാസത്തിലേക്ക് കൊണ്ടുവന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ആമേ, ചില വാക്തത്വം, പണ്ട് പറഞ്ഞ വാക്തത്വങ്ങൾ സൃഷ്ടിച്ച് കയ്യിൽ തരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഉറപ്പുള്ളത് പ്രാപിച്ചത് കൊണ്ടും മാത്രമാണ് നമ്മെ ദൈവാത്മാവ് ഈ ദിവസം കർത്താവ് മാറ്റിയിട്ട കാര്യം. വിശ്വാസത്തോടെ കരമുയർത്തി കർത്താവിനും സ്തോത്രം പറയാമോ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ, മോശയുടെ ശിഷ്യനായിട്ട് ഇറങ്ങുമ്പോൾ, മോശയുടെ കൈ വെള്ളമടിക്കുക ഇറങ്ങുമ്പോൾ, ഞാനൊരു ദരിദ്രനായിരുന്നു. എൻ്റെ കയ്യിൽ നന്മയൊന്നുമില്ല, ഒരു നല്ല വസ്ത്രമില്ലായിരുന്നു, പാർപ്പിടമില്ല, വിവാഹം കഴിഞ്ഞു. ആമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കരുതുവാൻ തക്ക നന്മയില്ലായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു പരുവത്തിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ തുടക്കം. അങ്ങനത്തെ ചോദ്യത്തോട് നിൽക്കുമ്പോഴാണ് അച്ചായ ഒരു ദൂത് പറഞ്ഞത്. മോശാച്ച ദൂത് പറഞ്ഞു, മോനെ, നിന്റെ ദാരിദ്ര്യം മാറും കേട്ടോ, നിന്റെ ശൂന്യത മാറും കേട്ടോ, നിന്റെ നഷ്ടം ലാഭമാക്കി തരും കേട്ടോ, നിന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കരുതും കേട്ടോ, നിന്റെ കുടുംബത്തോട് ഞാൻ കരുതും. ആമേ, അച്ഛാ, അതെങ്ങനെയാണ്? നീ നോക്കിക്കോ, ആ കനാൻ ദേശത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലേസായ കിരിയാത്ത് അർബ ഇപ്പോൾ 4 അനാക്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ 4 അനാക്യ കല്ലിനെ നീ തോൽപ്പിച്ചിട്ട് കിരിയാത്ത് അർബ നിന്റെ കയ്യിൽ തരും. ആ തരുമ്പോൾ നിന്റെ വീട്ടിനകത്തോ ദാരിദ്ര്യം മാറ്റാൻ, നിന്റെ കടം മാറ്റാൻ, നിന്റെ ശൂന്യത മാറ്റാൻ നിനക്കൊരു നല്ലൊരു അഡ്രസ്സ് ആ കിരിയാത്ത് അർബയിൽ നിനക്ക് ലഭിക്കും. നാട്ടുകാരെ മൊത്തം പറയും, ആർക്ക് വിട്ടുകൊടുക്കാത്ത അർബമാര്, ആർക്ക് വിട്ടുകൊടുക്കാത്ത അനാക്യന്മാരുടെ കയ്യിൽ നിന്നും 85 വയസ്സ് പ്രായമുള്ള ഒരു കാലേബ് തിരിച്ചു പിടിച്ചത് കൊണ്ട് നീ ഒരു അത്ഭുതമായി മാറും മോനെ, നീ ഒരു അത്ഭുതമായി മാറും എന്ന ദൂത് കാലേബ് പ്രാപിച്ചത് കൊണ്ട് ഈ രാവിലെ പ്രവചനാത്മ വിളിച്ചു പറയുന്നത് കേട്ടോ. നിനക്ക് നടക്കയില്ല എന്ന് നാട്ടുകാർ പറയുന്ന സ്ഥാനത്ത് ഒരിക്കൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് വിധിച്ച സ്ഥാനത്ത് നിന്റെ തലമുറ അവകാശമാക്കില്ല, നിനക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ മുൻവിധിച്ചിട്ട് മുൻവിധിയുണ്ടല്ലോ, ആ മുൻവിധിയെ തിരുത്താനാണ് ഈ 6-ാം മാസം ദൈവം തന്നു എന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുന്നു. ദൈവം വിശ്വസ്തനാണ്, കർത്താവ് മടക്കി തരാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ശുശ്രൂഷ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മകളുടെ വിഭാഗം, മകളുടെ പേര് നമുക്കറിയാം, അക്ഷയ എന്നാണ്. അക്ഷര വിഭാഗം. അക്ഷയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല. എങ്ങനെയൊക്കെ ആളുടെയൊക്കെ സപ്പോർട്ടിലൊക്കെ ഞാനങ്ങ് നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയുകയാണ്, ആരുടെയൊക്കെ സപ്പോർട്ടിലൊക്കെ ആ വിവാഹം നടന്നു. തെക്കേ ദേശത്തേക്ക് അക്ഷയ വിവാഹം കഴിച്ചു കൊടുത്തു. ചൂട് കണ്ണുനീര് കവിൾ കൂടി ഒഴുകുന്ന കാലേബ് നോക്കി നിൽക്കുന്നു. എൻ്റെ കുഞ്ഞിനെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ കുഞ്ഞിന് കൊടുത്തു വിടാൻ തക്കവണ്ണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എങ്കിലും വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് പറഞ്ഞേച്ചല്ലേ പറ്റുകയുള്ളൂ. എങ്കിലും ഒരു വെളിപ്പാട് കിടപ്പുണ്ട്, മോളെ നീ പൊക്കോ, ഇതിനെല്ലാത്തിനും വാട്ടവും പലിശയും പ്രാവിഡമാണ് ക്രിയേറ്റിവിറ്റി ബോണസ് സഹിതം നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുതരും. ഞാൻ മരിക്കാതിരുന്നാൽ ദൈവം എന്നോട് വാഗ്ദത്തം ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു പിടിക്കുമ്പോൾ നീ ഇന്ന് 1 രൂപയില്ലാതെ വണ്ണം നീ ശൂന്യമായി കൈയുമായിട്ട് നീ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നുവെങ്കിൽ ആ വീട്ടിൽ നിന്നും നീ താമസിക്കുമ്പോൾ തന്നെ ഞാൻ യുദ്ധം ചെയ്ത് എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ തിരികെ പിടിക്കും. ആ തിരികെ പിടിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ നേട്ടങ്ങളുടെ കൂമ്പാരം ഉടമന. ചില കുടുംബത്തോട് തലമുറയുടെ മുഖത്ത് നോക്കി ഞാൻ മാതാവൊക്കെ പറയാ, നിന്റെ ദാരിദ്ര്യം മാറി കേട്ടോ. നിന്റെ മറ്റൊരു ഭാഗം അപമാനിക്കപ്പെട്ടില്ലേ, കുഞ്ഞിനെ ഓർത്ത് ഞരങ്ങുന്നില്ലേ, കുഞ്ഞിനെ ഓർത്ത് ഭാരം
വേദനപ്പെടുന്നില്ലേ? ആമാന എന്റെ കുഞ്ഞിനെ ഇവിടെ എന്ത് കരുതിയിട്ടുണ്ട്, എന്റെ കുടുംബത്തിന് എന്ത് കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടില്ലേ? ആമേ പിതാവേ, തലമുറ എന്താക്കി മാറ്റും, ആമേ തലമുറയ്ക്ക് എന്ത് ഞാൻ കൊടുക്കും, തലമുറയ്ക്ക് എന്ത് ഞാൻ ആമേ കരുതി വയ്ക്കും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട ആമേ കാലേബിനെ പറയും പിതാക്കന്മാരെ, ആമേ മാതാക്കളെ, ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ ഇപ്പൊ അങ്ങ് സമ്മതിക്ക്, ഇപ്പോൾ അങ്ങ് സമയം ദൈവമാകെ ദൂത് ഏറ്റെടുക്ക. ആ കുഞ്ഞിനെ മറ്റുള്ളാകെ അപമാനിപ്പാൻ തക്കതയും വിടുകയില്ല. ആ തലമുറയ്ക്ക് അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് പിതാവ് നിലയിൽ മാതാവ് നിലയിൽ കൊടുക്കത്തക്ക നിലയിൽ ദൈവം ഒരു നിറവിലേക്ക് നിർത്തുന്ന ഒരു മാഷമാണ്. ആമേ ദൈവം വിശ്വസ്തര ദൈവമാണ്. അക്ഷയ ആമേ ശൂന്യമായി കൈയുമായിട്ട് അക്ഷയെ വിവാഹം കഴിച്ചു ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ കാലേബ് അടങ്ങിയിരുന്നില്ല. കാലേബ് ഊഴം കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും കിരിയാത്ത് അർബയെ യുദ്ധം ചെയ്ത് പിടിക്കും. അതിന് ഇന്നത്തെ അധികാരി, അനുവാദത്തിൻ്റെ അധികാരി യോശുവയാണ്. അങ്ങനെ യോശുവയുടെ അടുക്കൽ പോയപ്പോൾ യോശു വാദ്യം നിരുത്സാഹപ്പെടുത്തിയപ്പോൾ കാലേബ് പറഞ്ഞു, എടാ അന്ന് 40 വയസ്സിലുള്ള അതേ ശക്തി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു സ്വോത്രം ചെയ്യാമോ? ഒരു സ്വോത്രം ചെയ്താട്ടെ. പോരാ, വാതുറ സ്വോത്രം ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ അതിനകത്തൊരു വെളിപ്പാട് പറയാനുണ്ട്. സ്തോത്ര. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു അനുഭവം പറഞ്ഞു എനിക്ക് 50 വയസ്സ് കഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ചിരിച്ചു. അപ്പോൾ ആഹാരം കഴിക്കാൻ തക്കവണ്ണം അവരെന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞ പാസ്റ്റേ, ഞങ്ങൾ വിശ്വസിച്ച് പാസ്റ്റർക്ക് 40 വയസ്സ് കാണുമെന്നാണ് വിചാരിച്ച സ്വോത്രം. ഞാൻ പറഞ്ഞു, ഈ കിടന്ന് അന്യഭാഷ പറയുന്നതും വചനം പ്രസംഗിക്കുന്നതൊക്കെ ദൈവം എൻ്റെ യുവത്വത്തെ ദൈവം മടക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ യുവത്വം തന്നിരിക്കുന്ന വചനത്തിലാണ്, കഴിച്ച ആഹാരത്തിൻ്റെ ശക്തി കൊണ്ടല്ല. ഞാൻ പ്രസംഗിച്ച വചനം എനിക്ക് പുഷ്ടി തരുമെന്നാണ്. ഞാൻ പ്രസംഗിച്ച വചനം എനിക്ക് ദൈവാത്മാവ് യുവത്വം മടക്കി തരുമെന്നാണ്. എൻ്റെ അസ്ഥികളെ നാടികളെ ബലപ്പെടുത്തും. ഞാൻ പറയുന്ന അന്യഭാഷ പരിശുദ്ധാത്മന്റെ ഭാഷയാണ്. ആ ഭാഷ എൻ്റെ നാവിന് സംസാരിക്കുന്ന കാലമത്രയും എൻ്റെ യുവത്വം എൻ്റെ അകത്തേക്ക് നിൽക്കും. കരമുയർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കറിയാം, എനിക്കൊരു പുതിയ വർഷം കൂടി ദൈവം എനിക്ക് ബോണസായിട്ട് ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. എനിക്കറിയാം, ഈ വർഷവും ദൈവം എന്നെ ആ നിലവാരത്തിൽ അനുഗ്രഹിച്ച് ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ വാഴ്ചയാണ്. ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? കാലേ പറഞ്ഞു, മോനെ എനിക്ക് 40ാമത്തെ വയസ്സിലാണ് ദൂത് പ്രാപിച്ചത്. ഇപ്പോൾ 45 വയസ്സ് കൂടി 85 വയസ്സ്. കാര്യം ശരിയാണ്, പക്ഷെ യുവത്വം 40 കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. പിതാക്കന്മാരെ, മാതാക്കളെ, പോരാടാൻ തക്കവണ്ണം ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. ക്ഷീണമാണെന്ന് പറഞ്ഞ് മാറിക്കിടക്കല്ലേ. ക്ഷീണമെന്ന് പറഞ്ഞ് ഉപവസിക്കാൻ പറ്റും ഗ്യാസുകാർ പറയരുത്. ആരാധിക്കാൻ പറ്റില്ല പാസ്റ്റർ, എനിക്ക് അസ്വസ്ഥയാണ് പറയരുത്. നിന്റെ യുവത്വം നിന്റെ അകത്തുണ്ടെന്ന് പറയണം. എൻ്റെ യുവത്വം എൻ്റെ അകത്തുണ്ട്. ഞാൻ ദൂത് പ്രാപിച്ച സമയത്ത് ഞാൻ ഏത് പ്രായമാണോ, ഞാൻ വെളിപ്പാട് പ്രാപിച്ചപ്പോൾ ഏത് പ്രായക്കാരിയായിരുന്നോ, ഞാൻ ആത്മീക നിയോഗം പ്രാപിച്ച എത്ര പ്രായക്കാരനാണോ, ആ പ്രായം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് നാവ് തുറന്ന് പറ. വചനം പറഞ്ഞ വാക്ക് നമ്മൾ നാവ് കൊണ്ട് പറയുന്ന കാര്യമേ നടക്കത്തുള്ളൂ. നമ്മുടെ നാവിനകത്ത് അപശബ്ദം പറയരുത്. നമ്മുടെ നാവിനകത്ത് എപ്പോഴും ധൈര്യത്തിന്റെ വാക്ക് പറ, വിശ്വാസത്തിന്റെ വാക്ക് പറ. ഈ മാസം ദൈവം നിറയ്ക്കും കേട്ടോ. ഈ യുദ്ധം ചെയ്യാനും പോരാടാനും ആത്മാവ് ജയമെടുക്കുവാൻ തക്കവണ്ണമുള്ളൊരു ദൈവ നിയോഗം ഈ 6-ാം മാസം 1-ാം തീയതി ദൈവമക്കളെ ആത്മമണ്ഡലത്തിലേക്ക് ദൈവാത്മാ എനിക്കറിയാം. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ അകത്തേക്ക് ഈ വെളിപ്പാട് ദൈവാത്മ ഇറക്കി വിട്ട് നിങ്ങൾ ധൈര്യപ്പെടുത്തി ആ വാക്തത്വം ദൈവാത്മാവ് തിരികെ തരികയാണ്. സ്തോത്ര. യോശുവയ്ക്ക് മനസ്സിലായി, അച്ഛൻ ആ നിർബന്ധ ബുദ്ധിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞ നിർബന്ധ ബുദ്ധിയല്ല, ഇവിടെ കുഞ്ഞെ വാക്തത്വം പറഞ്ഞത് ദൈവമാണ്. അത് പിടിച്ചു വാങ്ങേണ്ടത് എൻ്റെ കടപ്പാടാണ്. ദൈവം പറഞ്ഞില്ലായിരുന്നു ഞാൻ മൗനമായി പോയേനെ. ദൈവം പറഞ്ഞ കാര്യം എനിക്ക് കിട്ടാതിരിക്കാതിരിക്കില്ല. അത് ഞാൻ വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ അല്പം നിർബന്ധത്തോടെ പറയാം. യാക്കോബ് യാബോക്കിനെ കടൽ വെച്ചൊരു വാക്ക് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഈ കടപടഞ്ഞു പോകില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എൻ്റെ പിതൃഭവനത്ത് പോകത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എൻ്റെ സഹോദരൻ്റെ അടുക്കൽ ഞാൻ പോകില്ല. നിന്റെ കൈവെപ്പ്, നിന്റെ അനുഗ്രഹത്തിന്റെ സ്പർശനം ഞാൻ അനുഭവിക്കാതെ ഞാൻ ഈ കടപടഞ്ഞ് എൻ്റെ കുടുംബത്തിൽ പോകത്തില്ല. ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു, ഈ 1-ാം തീയതി ഈ 6-ാം മാസം 1-ാം തീയതി ആത്മാവിൽ പറയാം, കർത്താവേ എന്നെ ഇന്ന് രാവിലെ ആശീർവാദത്തിന് മുമ്പ് തന്നെ ഈ ദിവസം 24 മണിക്കൂർ പൂർത്തിയാകുന്ന മുമ്പ് തന്നെ ചില കൈവെപ്പുകൾ, ചില അനുഗ്രഹ ശബ്ദങ്ങൾ, ചില ഉയർച്ച ശബ്ദങ്ങൾ എനിക്ക് ഇന്ന് രാവിലെ കേൾക്കണം. എനിക്ക് ഇന്ന് ദിവസം കേൾക്കണം. ഈ 6-ാം മാസം തീരുമ്പോ തന്നെ എന്റെ ജീവിതത്തിന്മേൽ വരേണ്ടതും പിടിച്ചവകാശമാക്കേണ്ടതെല്ലാം എനിക്ക് അവകാശമാക്കണം. ദൈവമേ താമസിക്കരുതേ. സ്തോത്രം.
കാലേബിന് യോശുവ അനുവാദം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, കിരിയാത്ത് അർബയിലേക്ക് ഒരു ഓട്ടം ഉണ്ടായി, കിരിയാത്ത് അർബയിലേക്ക് ഒരു പോക്കുണ്ടായി. കഴിഞ്ഞ 45 വയസ്സിൽ 45 വർഷത്തെ മാനസിക സംഘർഷത്തെ മൊത്തം മാറ്റാൻ ഈ ബലാത്കാരികൾ, ആ വാക്കൊന്ന് ഒരാൾ പറഞ്ഞ് ആർക്കും മനസ്സിലാവും, ഒരാൾ പറഞ്ഞ് ബലാത്കാരികൾ പറ, വേഗത്തിൽ പറ, സമയം പോകുന്നു. ബലാത്കാരികൾ, ബലാത്കാരേണ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. കമൺ എവരിബഡി, ഓൺ ടൈം പ്രൈസ് കാർഡ്. ആമേ, ബലാത്കാരികൾ ബലാത്കാരത്താൽ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവ് പറയാം, ഒരു ആത്മീക ദാഹം, ഒരു ആത്മീക ബലാത്കാരം ആമേ ആവശ്യമാണ്. കാലേബ് ആ ബലാത്കാരത്തോടുകൂടെ ആമേ കിരിയാത്ത് അർബയിലേക്ക് ഒറ്റ ഓട്ടം. ആ പണ്ടത്തെ പേര് മായ്ക്കാൻ തക്കവണ്ണം, ഹെബ്രോൻ എന്ന പേര് വരാൻ തക്കവണ്ണം ആമേ 4 പേരുടെ അനാക്യന്മാരായ മല്ലന്മാരുടെ 4 പേരുടെ പട്ടണമെന്ന് അറിയപ്പെട്ട ദേശത്തെ ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഫെല്ലോഷിപ്പ് വരത്തക്കവണ്ണമുള്ള ഹെബ്രോൻ എന്ന സ്ഥലമിടത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ യുദ്ധത്തിൽ കൂടെ അനാക്യ മല്ലന്മാർ യുദ്ധം ചെയ്ത് 85 വയസ്സ് പ്രായം വയോധികനായ പിതാവ് കിരിയാത്ത് അർബയെ തിരിച്ചു പിടിച്ചിട്ട് ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ അതിനെ ആമേ ഹെബ്രോൻ എന്ന് പേരിട്ട് ദൈവാത്മാവ് ഉയർത്താൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ഷോട്ട് ചെയ്യാൻ സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കിരിയാത്ത് അർബ ഹെബ്രോനായി. അവിടെ പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന ദേശം. ഒന്ന് വായിച്ചു വിടാമോ? 8-ന്റെ 7-ാമത്തെ വാക്യം മുതൽ ആവർത്തനം 8-ന്റെ 7-ാമത്തെ വാക്യം ഫാസ്റ്റ് ആയിട്ടൊന്ന് വായിച്ചു വിട്ടു ആൻറ്റി. പെട്ടെന്ന് വായിച്ചു വിട്ടു, പെട്ടെന്ന് വായിച്ചു വിട്ടു. ആവർത്തനം 8-ന്റെ 7 മുതൽ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിക്കാവുന്ന ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നു, മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുത്തതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. 2 പ്രാവശ്യം ആവർത്തി. നല്ല ദേശം, സമൃദ്ധി, ശ്രേഷ്ഠത, പുഷ്ടി. അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് നല്ലൊരു കുടുംബമുണ്ടല്ലോ. തേനുള്ള ദേശം, പാലുള്ള ദേശം, സുഭിക്ഷമായ പദം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്ന ദേശം. എന്ത് രസമെന്നറിയാം പദങ്ങൾ. ആ ദേശത്തെയാണ് കിരിയാത്ത് അർബ അനാക്യന്മാരുടെ കയ്യിൽ നിന്നും 85 വയസ്സ് പ്രായമുള്ള വയോധികനായ കാലേബ് പോരാടി തിരിച്ചു പിടിച്ചു. ഒന്ന്, എൻ്റെ മകളുടെ ദാരിദ്ര്യം മാറ്റണം. എൻ്റെ മകൾ അവിടെ പർദ്ദുഗ്രഹത്തിൽ, അവരുടെ ഭർത്താവിൻ്റെ ഗ്രഹത്തിൽ അപമാനിക്കപ്പെട്ട് പാർക്കാൻ പാടില്ല. ഒരപ്പൻ്റെ ഡ്യൂട്ടിയാണ്, ഒരു അപ്പൻ്റെ ജോലിയാണ്, അപ്പൻ്റെ കടമയാണ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുക, എൻ്റെ തലമുറയ്ക്ക് നന്മ കൊടുക്കുക. 85-ാമത്തെ വയസ്സിൽ കിരിയാത്ത് അർബയെ പിടിച്ചെടുത്ത് നല്ല ദേശം, സുഭിക്ഷമായി ഉപജനം കഴിക്കാൻ പറ്റുന്ന പാലും തേനും ദേശം അനാക്യന്മാരുടെ കയ്യിൽ നിന്നും കാലേബ് തിരിച്ചു പിടിച്ചു. പണ്ടത്തെ നന്മകളെ, പണ്ടത്തെ വാഗ്ദത്തത്തെ ദൈവത്തിന്റെ 45 വയസ്സ് കഴിഞ്ഞ 45 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ തൻ്റെ കയ്യിലോട്ട് ആ വാഗ്ദത്തം കയ്യിൽ വന്നു. തൻ്റെ കയ്യിൽ വാഗ്ദത്തം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അക്സ വന്നു പറഞ്ഞു, അപ്പാ നീ എന്നെ തെക്കേ ദേശത്തേക്കാണ് അയച്ചത്. നീ എന്നെ അയച്ചപ്പോൾ എനിക്ക് സ്ത്രീധനം കൂടി തന്നിട്ടില്ല. നീ എന്നെ ശൂന്യമായി കൈവച്ച. പക്ഷെ എൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് ആ ദാരിദ്ര്യത്തെ ഞാൻ അപ്പനെ വിഷമിപ്പിക്കാതെ, ആ ദാരിദ്ര്യത്തെ എൻ്റെ അപ്പനെ ദുഃഖിപ്പിക്കാതെ, അപ്പൻ പറഞ്ഞ് കേട്ട് ഞാൻ ആ ദേശത്തേക്ക് എന്നെ വിട്ടയച്ചു. ഞാൻ സന്തോഷത്തിന് പോകുമ്പോൾ അപ്പനോടൊരു വാക്ക് പറഞ്ഞു, മോളെ ഇതിനെല്ലാത്തിനും വാട്ടവും പലിശയും സഹിതം ഞാൻ നിനക്ക് മടക്കി തരും. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. ആ ലോട്ടറി അടിക്കും. ആ ലോട്ടറി അടിക്കുമ്പോൾ നീ ഇന്ന് MD ആയി കൈയുമായി പോകുന്ന സ്ഥലത്ത് നിന്ന് നിന്റെ 1000 തലമുറ വരെയും നിന്റെ കുടുംബത്തിൽ നിനക്ക് ജനിക്കാൻ പോകുന്ന 1000 തലമുറ വരെയും അനുഭവിക്കുന്ന ഉയർച്ചയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിച്ചിട്ടേ മോളെ എന്റെ കണ്ണടയൂ. ആ വാക്ക് പറഞ്ഞാണ് കാലേബ് അക്സയെ വിട്ടത്. അത് എന്റെ പ്രസംഗ ഭാഷ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്ത് പറ്റി? 85-ാമത്തെ വയസ്സിൽ കാലേബിന് അത് കിട്ടിയപ്പോൾ മകളത് അറിഞ്ഞു. ഈ രാവിലെ ദാരിദ്ര്യവും അറിഞ്ഞ മകള്
സമൃദ്ധിയും അറിയുന്നു. സ്വോത്രം. ഒരു സ്വോത്രം ചെയ്താട്ടെ. എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലുള്ള നന്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന മക്കൾക്ക് മാത്രമേ ഉയർച്ചയും അറിയാൻ അനുഭവിക്കാൻ പറ്റൂ. ദുഃഖിപ്പിക്കുന്ന മക്കൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര നിയോഗമാണ് ആ ഭാഗം പറയുന്നത്. ദാരിദ്ര്യം അറിഞ്ഞ മകൾ അപ്പനെ വിഷമിപ്പിക്കാതെ അപ്പന്റെ വാക്ക് കേട്ട് അഭിമാനം കഴിഞ്ഞു പോയ സ്ഥലത്ത് അപ്പന് ഉയർച്ച കിട്ടിയപ്പോഴും മകൾ അറിഞ്ഞിട്ട് തിരിച്ചു വന്ന് പറയും, അപ്പാ എന്നേക്ക് താഴ്വരകളും മലകളുമുള്ള നീരോട്ടമുള്ള നന്മ എനിക്ക് നൽകണം. തൻ്റെ മകൾക്ക് അക്സയ്ക്ക് അത് കൊടുത്തു എന്നൊരു വാക്കുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഈ 6-ാം മാസത്തിന്റെ 1-ാം ദിവസത്തെ പ്രോമിസ് വേർഡാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ശബ്ദം കേൾക്കുന്നുണ്ട്, കടം അനുഭവിക്കുന്നവർ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന്റെ വിവാഹം എങ്ങനെ നടക്കും, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഒരുത്തരക്ക് കൊടുക്കും, എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ആ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും, എൻ്റെ കുടുംബത്തിനകത്ത് എങ്ങനെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുമെന്ന് ചിന്തിക്കുന്ന ദൈവമക്കളോട് മാതാപിതാക്കളോട് ഈ ദൂത് നിങ്ങൾക്കൊരു ആത്മാവിലെ ധൈര്യമാണ്. ഈ വെളിപ്പാട് നിങ്ങൾക്ക് ആത്മാവ് ബലമാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദാരിദ്ര്യം അനുഭവിച്ച തലമുറയെ ദൈവം സമൃദ്ധി കൊടുത്ത് ഉയർത്ത ദൈവമാണ്. ദാരിദ്ര്യം അനുഭവിച്ച അപ്പ, ദാരിദ്ര്യം അനുഭവിച്ച അമ്മേ ദൈവം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൈവാത്മാവ് അന്തരീക്ഷം മാറ്റി. കേട്ടോ, പെട്ടെന്ന് അന്തരീക്ഷം മാറ്റും. ഞാൻ ഒന്നുകൂടി ആ വാക്ക് ആവർത്തിക്കുന്നത് തെറ്റുണ്ടാകും തോന്നുന്നില്ല. ഒന്നുകൂടി ആ വാക്കൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആവർത്തനം 1-11 വാക്യം കൂടെ ഒന്ന് വായിക്കാം. അത് അക്സയ്ക്ക് കൊടുത്ത ഒരു ആലോചന ഒരു പാർട്ട് കൂടെ ദൈവമക്കൾ നമുക്കൂടി ആ വാക്ക് വായിച്ച് സന്തോഷിക്കാം. ആവർത്തനം 1-11 വാക്യം പ്ലീസ് വായിച്ചാട്ടെ. യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി ഞാൻ നിങ്ങളോട് അരുളിച്ചതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോട് ഒരിക്കൽ അരുളിച്ചത് പണ്ട് അരുളിച്ചതാണ്. 1% പോലും നിങ്ങളുടെ കയ്യിൽ നന്മയില്ലാത്ത സമയത്ത്, കടം കൊണ്ട് പൊതിഞ്ഞും ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ സമയത്ത് പണ്ടൊരു ദൂത് പറഞ്ഞു, 1000 ഇരട്ടിയായിട്ട് നിന്നെ ഉയർത്തുമെന്ന്. ഞാൻ ഇന്ന് രാവിലെ ദൈവസ്ഥാനം നന്ദിയോടെ പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പായിട്ട് വർഷമില്ല, എനിക്കൊന്ന് പണ്ട് ദൂത് ഇഷ്ടംപോലെ വരുന്നുണ്ട്, വെളിപ്പാട് ഇഷ്ടംപോലെ ഉണ്ട്, വെളിപ്പാടിൻ്റെ ആലോചന വെളിപ്പാട് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ച് വർഷത്തിന് മുമ്പ് ദൈവം എന്നോട് ഒരു സംഖ്യ പറഞ്ഞിട്ട് പറഞ്ഞു, നീ മരിക്കുന്ന മുമ്പേ ഇത്രയും സംഖ്യ നീ അനുഭവിച്ച് നന്മ പ്രാപിച്ചിട്ട് നിന്റെ കണ്ണടയൂ എന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ കാലേവ് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പണ്ട് പറഞ്ഞ വാക്തത്വം ഇങ്ങനെ പിടിച്ച് പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. അത് ദൈവം ചെറിയിക്കും. പണ്ട് പറഞ്ഞതാണ് 1000 ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുമെന്ന് വായിച്ച വചനം. അങ്ങനെയാണ് ഇന്ന് രാവിലെ പണ്ട് പറഞ്ഞ വാക്തത്വം കേട്ടിട്ട് മരിച്ച് പോകുമെന്നല്ല, ആ വാക്തത്വം അനുഭവിച്ചിട്ടേ കണ്ണട. സ്വോത്ര. ഞാനൊരു കാര്യം ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ 1000 ഇരട്ടി അവകാശം അക്സയ്ക്ക് കിട്ടി. അക്സ ഇപ്പം നൃത്തത്തിലാണ്. ഹലോ, അക്സ ഇപ്പം നൃത്തത്തിൽ. ഭർത്താവോട് പറയുന്നു, എൻ്റെ അപ്പനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ, എൻ്റെ കുടുംബത്തെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ, ദാരിദ്ര്യമുള്ള പാസ്റ്റർ, ദാരിദ്ര്യമുള്ള പെന്തിക്കോസുകാരൻ, അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് തന്നത് ദാരിദ്ര്യം തന്നു എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനെ കളിയാക്കി, എന്നെ കളിയാക്കിയില്ലേ. ഇപ്പോൾ അക്സ, ഞാൻ അങ്ങ് പ്രസംഗ ഭാഷയിൽ പറയുകയാണ്, നമ്മൾക്ക് നാടൻ ഭാഷകൾ. ഇപ്പൊ അക്സ പറയുന്നു, ഇനി അച്ഛൻ്റെ മക്കൾ, അച്ഛൻ്റെ കൊച്ചുമക്കൾ, അതിൻ്റെ കൊച്ചുമക്കൾ 1000 തലമുറ അനുഭവിച്ചാലും തീരാത്ത 1000 ഇരട്ടിയാണ് എൻ്റെ അപ്പൻ നിമിത്തം നിനക്കും എനിക്ക് തന്ന് നിർത്തിയെന്ന് പറയത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യുമെങ്കിൽ ഈ രാവിലെ വേദനിച്ച് ചിന്തിക്കുന്ന മാതാപിതാക്കളെ ഒരിക്കൽ ഞരങ്ങരുത്, ഒരിക്കലും ഭാരപ്പെടേണ്ട. ഈ മാസം ഞാൻ ആത്മധൈര്യപ്പെടുത്തി നിങ്ങൾ വിടുകയാണ്. ആത്മധൈര്യപ്പെടുത്തി നിങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. പണ്ട് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവം ഈ മാസം സൃഷ്ടിച്ചു തരികയാണ്. പണ്ട് പറഞ്ഞ വെളിപ്പാടിനെ ദൈവം സൃഷ്ടിച്ചു തരികയാണ്. പണ്ട് പറഞ്ഞ ആരോഗ്യ ദൈവം സൃഷ്ടിച്ചു തരികയാണ്. പണ്ട് പറഞ്ഞ വെളിപ്പാടിനെ ദൈവം സൃഷ്ടിച്ചു തരികയാണ്. ദൈവസന്നിധി പറയാൻ കർത്താവേ, ഞാൻ ആ മെസ്സേജിനെ ഈ രാവിലെ റിസീവ് ചെയ്യുന്നു. ഞാൻ ഈ 6-ാം മാസത്തെ വെളിപ്പാടിനെ ഞാൻ റിസീവ് ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽ അത് കൊണ്ടുവരികയാണ്. 1000 ഇരട്ടിയായി കിരിയ ദർബ അനാക്യന്മാരായ 4 പേരൊക്കെ ഇരുന്ന സ്ഥാനത്ത് നിന്ന്
ഇപ്പോൾ പിതാവാം ദൈവവും പുത്രനാം യേശുവും പരിശുദ്ധാത്മാവ് കാലേബ് എന്ന 4 പേരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലമാക്കി മാറ്റിയെങ്കിൽ, അനാക്യന്മാരെ ഓടിച്ചിട്ട് ദേശത്ത് ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയതെങ്കിൽ, ഈ രാവിലെ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബ് എന്നീ പൂർവ്വപിതാക്കൾ അനുഭവിച്ച അതേ ശ്രേഷ്ഠ സ്ഥലത്തെ ദൈവം ആമയെ പിന്നെ ചെയ്ത് കാലേബിന് കൊടുത്തതുപോലെ ഇന്ന് രാവിലെ ദൈവം നമുക്ക് തരികയാണ് ചില അവകാശങ്ങൾ. എല്ലാ കണ്ണുമടച്ച് ദൈവസ്ഥലി പറയാ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടമനവ ശബ്ദനാദനാദഗസസരവ ഹദരവം ശബ്ദനി വിടകശലാദന. ആ വെളിപ്പാട് കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ, ആ വെളിപ്പാടിന് സ്തോത്രം ചെയ്താട്ടെ, ആ വെളിപ്പാട് സ്തോത്രം ചെയ്താട്ടെ. ഈ 6-ാമത്തെ മാസം ദാരിദ്ര്യത്തിലല്ല, ഈ 6-ാമത്തെ മാസം ശൂന്യതയല്ല, ഈ 6-ാമത്തെ മാസം ഒന്നുമില്ലായ്മയിലല്ല, ദൈവ സമൃദ്ധിയിലും ശ്രേഷ്ഠതയിലും കൂടി സഞ്ചരിക്കത്തക്ക നിലയിൽ ഒരു നിറഞ്ഞൊരു അനുഭവത്തിലേക്ക് ആമേ ദൈവാത്മാവ് നടത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമനക ശബ്ദനാദനാദനാരകശസരമ ഉടമനമദനം ധനഗദനാജഗക്ഷസിരമ. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഇന്ന് രാവിലെ വരുന്ന കൃപയ്ക്കാം നന്ദി കർത്താവേ. ഹൗഡാമ ശലഘട്ട് ഘടകം ശബ്ദനാദന ജുഡാമന സന്ധരി ഘടകസി. കർത്താവേ, ദൂതകൾ അമ്മ ഞങ്ങൾ പ്രാപിച്ചെടുക്കുകയാണ്, ഈ വെളിപ്പാടുകൾ പ്രാപിച്ചെടുക്കുകയാണ്, അമ്മ ആലോചനകൾ പ്രാപിച്ചെടുക്കുകയാണ്, ഈ അരുളപ്പാടുകൾ പ്രാപിച്ചെടുക്കുകയാണ്. കർത്താവേ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. കർത്താവേ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. നിന്നോടെ വന്ദനം എന്നോമൻ ഗാനം. താങ്ക് യു ലോർഡ്. നിന്നോടെ വന്ദനം എന്നോമൻ ഗാനമായി. നിന്നാനുഗ്രഹങ്ങൾ ചെന്ന് പറയാമോ തന്നതാ. നിന്നാനുഗ്രഹം ഷഡബലദം ശമഖരഗസി ശുഡദനം ധരാദന ശഖരഗദനി. നിന്നോടെ വന്ദനം എന്നോമൻ ഗാനമായി. നിന്നോടെ വന്ദനം എന്നോമൻ ഗാനമായി. വന്ദനമേ യേശു രക്ഷകൻ നായകനേ. വന്ദനമേ, വന്ദനമേ, ആമേ. വന്ദനത്തിലെന്നും യോഗ്യനേ. ആമേൻ. വന്ദനത്തിൽ ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ഈ മാസത്തിന്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന ഒരു ശുശ്രൂഷ നിലയിൽ ദൈവത്തിന്റെ നാവ് നിന്നുകൊണ്ട് ദൈവമക്കളെ ഒരു വാക്ക് ഈ മാസം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ആ ദൈവമക്കളെ എല്ലാവരും അനുഗ്രഹത്തിന്റെ ശബ്ദങ്ങൾ സ്വീകരിപ്പാൻ ഈ രാവിലെ തയ്യാറാകാം. കർത്താവേ, ഇന്ന് രാവിലെ സമയം ഒരു പ്രാവശ്യം കൂടി എളിയവനെ അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയാനെയും ബീനയും മോളെയും മോനെയും മമ്മിയെയും പപ്പയും മമ്മിയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ 6-ാമത്തെ മാസത്തിൻ്റെ അനുഗ്രഹം ദൈവം ഞങ്ങളിലേക്ക് വരുവാൻ, ഞങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറത്തക്കവണ്ണം, ഞങ്ങളെ കാണുന്നവർ ഞങ്ങൾ യഹോവയാൽ അനുഗ്രഹിക സന്തതിയല്ലോ എന്ന് പറയുന്ന നിലയിൽ ദൈവം ഞങ്ങളുടെ പേരൊരു അനുഗ്രഹത്തിൻ്റെ ഒരു മഴ, ഒരു മഞ്ഞ് ദൈവാത്മാവ് ഉദ്ധരിക്കണമേ. ആമേ. ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന മഞ്ഞുകണങ്ങളെ പോലെയും ഭൂമിയിൽ നിന്ന് പൊങ്ങി വരുന്ന മഞ്ഞുകണങ്ങളെ പോലെയും മഴ പോലെയും കർത്താവെ അരിഞ്ഞപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞുകണങ്ങളെ പോലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാണ് നന്ദിയുടെ വാഴ്ത്തുന്നു. അതേ അനുഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവമേ വാഴ്ചയിലെ കുഞ്ഞുമോൾ മാത്യു ആൻറ്റിക്കായി, പ്രിയ ഡോക്ടറിനായി, ഏച്ചനായി പ്രാർത്ഥിക്കുന്നു. ഈ മാസം അവർ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ പോകുന്ന ആ വെളിപ്പാട് നന്ദി. ഇനി താഴോട്ടല്ല, ഇനി മേളിലോട്ട് തന്നെ ദൈവാത്മാ നടത്തുന്ന ഒരു വെളിപ്പാട്. ഇനി ചിരിക്കുന്ന മുഖമാണ്, ദുഃഖിപ്പിച്ച് പരാതിയോ പരിവോ പറയുന്ന മുഖമല്ല. ദൈവാം നിലവാരത്തെ കർത്താവ് മാനിക്കുന്ന ഒരു വെളിപ്പാട്. ഞാൻ ഇന്ന് രാവിലെ ആ വചനത്തെ നിയോഗത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഇന്ന് രാവശ്യം ജെസിയാന്റെയും അബ്ജസിനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമാനകക്ഷലാദന അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല. നീ ഞാൻ നിന്നെ അവരുടെ മുമ്പാകെ ഉറപ്പുള്ള താമ്ര പിച്ചയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ജയിക്കയില്ല.
നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ പ്രാവശ്യം സന്തോഷ വാർത്തകൾ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം അടയാളത്തോടെ നന്മകൾ വരുന്ന ഒരു മാസമായതുകൊണ്ട് അവയെ ഒരുങ്ങിക്കോ. ദൈവാത്മാവ് അത്ഭുതമാക്കുന്നു. കർത്താവേ, അവചനത്താൽ അവരെ അനുഗ്രഹിക്കുന്നു. അവയെ അകന്നിരിക്കുന്നവരൊക്കെ അടുത്ത ഉയർച്ചയുടെ സഭ നന്മകൾ പ്രാപിക്കുന്ന ഒരു മാസമാക്കി തീർക്കട്ടെ. കർത്താവേ, റോംശാനായി ബിൻമേലിയാനിക്കായി ജയ്സനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഊറി വരുന്തോറും ഊരി വാരിയെടുക്കത്തക്കവണ്ണം ദൈവാത്മാവ് ബർശേവ മരുഭൂമി ഉഴന്നു നടക്കുന്ന ആ സ്തോത്രം, ആ ഹാഗറിന് വേണ്ടിയും ഇസ്മായിലിന് വേണ്ടിയും ഒരു മരുഭൂമിയിൽ ഒരു വെള്ളം തുറന്നപ്പോൾ ബാലനെ കുടിപ്പിക്ക് എന്ന് അമ്മയോട് പറഞ്ഞതുപോലെ ദൈവാത്മാവ് കുടിപ്പിക്കുന്ന നിലയിൽ ഒരു ഉറവ ദൈവം തുറക്കുന്ന ഒരു മാസമാണ്. ആ നിലവാരത്തിലേക്ക് ഒരുങ്ങിക്കോണം. മകളെ കുടിപ്പിക്കും, കുടുംബം കുടിക്കും, ആശ്വാസത്തിന്റെ ശബ്ദമായി മാറുന്ന നിലയിലേക്ക് ദൈവം കാര്യങ്ങൾ തീർക്കുന്ന ദിവസങ്ങളാണ്. ഒരിക്കൽ കണ്ണുനീരിനനുസരിച്ച് അവകാശങ്ങൾ വാരിയെടുക്കുന്ന ദിവസങ്ങളാണെന്ന കാര്യം കൂടെ ആത്മാവ് ഇടപെടുന്ന കർത്താവ് ഇന്ന് രാവിലെ അവർ ദൈവദാസനെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹത്തെ നിറയ്ക്കണമേ. കർത്താവ് യേശുവാസനെ തന്റെ വൈഫിനെയും 3 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുറിവുണ്ടായ സ്ഥലത്തല്ല, ആ മുറിവിനെ ഉണക്കുന്ന ദൈവം ആമെ ഭയപ്പെട്ടതെല്ലാം സന്തോഷകരമാക്കി മാറ്റുന്ന ദിവസങ്ങൾ. ആമാന ശകൽക്കന എങ്ങനെ എന്തെന്ന ചോദ്യത്തിന് സന്തോഷങ്ങളും അത്ഭുതങ്ങളും അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. തലമുറയെ കൊണ്ട് ദൈവം തിരുത്തലുകൾ നടത്തി കുടുംബത്തെ ഉയർത്തുന്ന ദിവസങ്ങളായതുകൊണ്ട് ഈ മാസം ചില നന്മകളും ഉറപ്പിൽ ദൈവം തന്ന് മാനിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മ ഇടപെടുന്നു. കർത്താവേ, അവരെ 5 പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശുവാസപ്രാരിക്ക് രാജ്യത്തിന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷീനാനിക്കായി, വികാശനായി, ശലോനിക്ക് അശുനായി പ്രാർത്ഥിക്കുന്നു. നരിയാണിയോളമായി, അത് പിന്നെ മുട്ടോളമായി, പിന്നെ അത് അരയോളമായി, പിന്നെ അത് നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ പ്രവാഹമായി മാറിയതുപോലെ അടമം ശലഗതന ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ ആ മേഘത്തിൽ വില്ലുണ്ടെന്ന് ഉൽപ്പത്തി 9:14 പറയ പ്രകാരം അടയാളത്തോടെ വന്ന ഉയർച്ചയെക്കാളും വരാമെന്ന ഉയർച്ചയ്ക്ക് ശ്രേഷ്ഠത ദൈവാത്മാ കാണിക്കുന്നുകൊണ്ട് പുലമ്പിയ സ്ഥാനത്തും കരഞ്ഞ സ്ഥാനത്തുമൊക്കെ അമാനകൾ ചലാതന വാരി വീശത്തക്ക നിലയിൽ വിടുതന്റെ ശബ്ദമായി, അനുഗ്രഹ ശബ്ദമായി ഒരു സ്വതന്ത്രമായ പേടമാനെ പോലെ സ്വതന്ത്രമായി സഞ്ചരിച്ച് നിൽക്കത്തക്ക ദൈവശബ്ദം അറിയിക്കുന്ന ദിനങ്ങളിലേക്ക് മാറ്റാ ദൈവഹിതമായതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. ദൈവാത്മാവിന്റെ സന്തോഷങ്ങൾ തലമുറ ബന്ധത്തിൽ ദൈവാൻ വാരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ദൈവാത്മാവ് അങ്ങനെ ചെയ്യുന്ന ഒരു മാസത്തിലേക്ക് ദൈവം ഇടുകയാണ്. പ്രാർത്ഥിച്ച് കയറുക. ദൈവാത്മാവ് ഉപയോഗിക്കുന്നു. അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ ആ കുടുംബത്തിന് ഈ മാസത്തിന് അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമലാജിക്കായി, മനോജുബറിനായി, സാനുവിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കുമെന്ന് ഭയപ്പെടുന്നതല്ല, സാധിക്കുകയും ചെയ്യും. നന്മ കണ്ട് കണ്ണടയത്തക്ക നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കത്തക്ക നിലയിൽ കിരിയാത്തർബയെ ഹെബ്രോനാക്കി മാറ്റിയതുപോലെ ശൂന്യതകളൊക്കെ ദൈവാത്മ നിറച്ച് മാനിക്കുന്ന മാസങ്ങളായതുകൊണ്ട് പ്രാർത്ഥിച്ചോ. ആത്മാവിൽ നിന്ന് കയറണം. ദൈവാത്മാവ് അസ്ഥികളിൽ ഇളമ്പുലുപ തലയ്ക്ക് മറാക്കുന്ന നിലയിലേക്ക് ദൈവം കാര്യങ്ങൾ തീർക്കുന്ന മാസമായതുകൊണ്ട് യാത്രകളും ക്രമീകരണങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് വഴിയെ തുറക്കുന്ന ദിവസങ്ങളാണ്. ആത്മാവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം അനുഗ്രഹ മാതാവിന്റെ കുടുംബങ്ങളിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോമസനായി, ബിൽസബറിനായി, അജുനായി പ്രാർത്ഥിക്കുന്നു. ഒന്നിന് പകരം 9 എന്ന് പറഞ്ഞതുപോലെ 1 പ്രാപിക്കാൻ കൊതിച്ച സ്ഥാനത്ത് നിന്നും 9 വാങ്ങി 1 കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓടി ഓടി പ്രാപിക്കുന്ന ഉയർച്ചകൾ. ഞാൻ ആഗ്രഹിച്ചത് ആണ് എങ്കിൽ തന്നെയും ഇങ്ങനെ ആഗ്രഹിച്ചില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്തതുപോലെ എൻ്റെ കയ്യിലോട്ട് വന്നു എന്ന് പറയുന്ന നിലയിലേക്ക് ദൈവം ഒരു വിശാലതയുടെ സ്റ്റെപ്പ് വെക്കത്തക്കവണ്ണം അത്ഭുതങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് പോകത്തക്ക നിലയിൽ ദൈവം ഈ മാസത്ത് ചില ചാലുകൾ വെട്ടി തുറക്കുന്നു. മരുഭൂമി കൂടി വാഹനമേറി ഉൽപ്പത്തി സങ്കീർത്തന 68:4 പറയും പ്രകാരം മരുഭൂമി കൂടി വാഹനമേറി വരുതരപ്പാക്കണം. യാഗനാട് അവരുടെ നാമം ഈ ദിവസം നിരപ്പായി കൊടുക്കുന്ന ദൈവം നിമൃത്തിയിലേക്ക് കൊണ്ടുവരും പോകുന്നതാവേ. അവർ 4 പേരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സന്ധ്യ സുൻബറിനെ അഭിദേവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ, ജാതികളെ ദൃഷ്ടിവെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. നിങ്ങളുടെ കാലത്തിൽ പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് വിശ്വസിക്കയില്ല എന്ന് ഹബക്കൂക്കിന്റെ 5 പറയുന്ന പ്രകാരമുള്ള
ആമേൻ ജാതീയ പശ്ചാത്തല അവകാശം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്ഭുതങ്ങൾ സഞ്ചരിക്കത്തക്ക നിലയിൽ ദൈവ കാര്യങ്ങൾ ക്രമീകരിച്ച് 2 ഉയർച്ച, 2 നന്മകൾ, 2 നേട്ടങ്ങൾ, 2 ഭവനങ്ങൾ, 2 വാഹനത്തെ വിശേഷതകൾ, ഇങ്ങനെ പല നന്മകളും ആ വരയുടെ സമയങ്ങളായതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്ഭുത ക്രമീകരണത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടെത്തിക്കുന്ന ദിവസങ്ങളാണ്. ആത്മാവ് ഇന്ന് രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞച്ചാനായി സ്തോത്രനായി ആ കർത്താവെ അലനായി പ്രാർത്ഥിക്കുന്നു. ആബാന സേബാൽ ഖരാധനാദന ആ വിശ്വാസത്ത് വന്നതുകൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചയിടത്ത് വിശ്വാസം വന്നതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ കിട്ടി എന്ന് തബീത തച്ചുകൊടുത്ത തുണിയെ ഉയർത്തി കാണിച്ചു നാട്ടുകാർ പറഞ്ഞതുപോലെ ആത്മാവ് കുഞ്ഞച്ചാണ്ട് പറയുന്നു. പല നന്മകളും ഉയർത്തിക്കാട്ടി കുടുംബക്കാട് പറഞ്ഞ് അവർക്ക് അത്ഭുതപ്പെടത്തക്ക നിലയിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്ന മാസത്തിലേക്ക് നയിക്കുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാം ആ വിശേഷമായ നന്മ ഇങ്ങനെ ദാവീദ് പറഞ്ഞു, യുദ്ധത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗ്രഹം എന്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവാത്മാ നിലയിലേക്ക് ദൈവാത്മ സഞ്ചരിപ്പിക്കുമാറാക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് ഉയർച്ചയുടെ പടവിലേക്ക് നീട്ടുകയാണ്. അശോചനായി പ്രാർത്ഥിക്കുന്നു. ലാലിയാൻഡിക്കായി സ്തോത്രം. സായിക്കായി സനികയ്ക്കായി അനോജനായി പ്രാർത്ഥിക്കുന്നു. സിബാലു അജനേ ഹൽക്കരാധന വൈഡവൽത്തരാധന ജഗക്ഷസാരവ. പിശാച് വെള്ളം കെട്ടി നിർത്തി അതിനകത്ത് കൂത്താടിയും അതിനകത്ത് കൊതുവും വന്ന് അത് നാട്ടെ ശല്യമായി മാറുന്ന പോലെ കെട്ടിയിട്ട വെള്ളത്തെ പോലെ പിശാച് ഒരു ഭാഗത്ത് ഒതുക്കാത്തക്കവനെ ശ്രമിച്ച കട്ടതെന്നാം ഒഴുകുന്ന വെള്ളവും യാത്ര ചെയ്യുന്ന മേഖലകളും ഔഡാമ ശലക സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളും ദൈവാത്മാവ് ഈ കാലിനെ പേടമാന്റെ കാൽ തുല്യമാക്കി ഉന്നതികളുമേ നടക്കുമാറാക്കുന്നു എന്ന് ഹബക്കുക്ക് 3:19 പറയുന്ന പ്രകാരം ദൈവാത്മാവ് വിശാല ചിന്തകളും വിശാല ഉയർച്ചകളും എന്ന മാസത്തിലേക്ക് ദൈവ സ്റ്റെപ്പ് വെക്കുകയാണ്. അവൻ ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ, പക്ഷെ ദൈവാത്മാവ് ഞാൻ ചിന്തിച്ചതിനപ്പുറമായിട്ട് കൊണ്ടുവെത്തുമെന്ന് പറഞ്ഞ ആനന്ദ കണ്ണീരുകൾ കണ്ണുകൂടി ഒഴുകുന്ന ദിവസത്തിലെ ദൈവാത്മ കാര്യം നീക്കുന്ന ദിവസമായതുകൊണ്ട് പ്രാർത്ഥിച്ച് കയറിക്കുക. ദൈവം ഉയർത്താം ദിവസങ്ങളാണ്. കർത്താവേ ദൈവദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ. ക്രിസ്ത്യാനിക്കായി വില്യച്ചനായി ബ്രൈസനായി പ്രേഷ്യസിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ കണ്ണുനീര് അവന്റെ തുരുത്തിയിലുണ്ട്. തുരുത്തി നോക്കി ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഒരാവണക്ക് കെട്ടുപോയാലും ഒരു മരുഭൂമിയിലെ ചില നന്മകൾ പട്ടുപോയാലും പട്ടുപോയ ഇടത്തു നിന്ന് തന്നെ നേട്ടങ്ങൾ കയറി വരത്തക്ക നിലയിൽ ദൈവാത്മാവ് നിറവിലേക്ക് ദൈവം നയിക്കുന്ന നിറവിലേക്ക് ദൈവനെ കാണിക്കുന്ന പറയാൻ നിർബന്ധിക്കുന്ന കാര്യം ഒരു നിറവ്, ഒരു ഫുൾഫില്ല് ദൈവാത്മ ലൈഫ് തരികയാണ്. അവർ നിമ്മതി ദൈവം തരികയാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ തരികയാണ്. ആ തൃപ്തിയുടെ ഘട്ടത്തെ ദൈവാത്മ കൈപിടിച്ച് നടത്തുന്ന ദിവസമായതുകൊണ്ട് അതിന് ചില അടയാളങ്ങൾ ദൈവാത്മ ഈ മാസങ്ങൾ ദൈവം ഒരുക്കുന്നു. ദൈവം ചാൽ ഒരുക്കി ആണ്ടവരെ പോതും എന്ന് പറയത്തക്ക നിലയിൽ ദൈവാത്മാവ് കാര്യങ്ങൾ ക്രമീയ ദിവസമായതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിക്കോ. ദൈവാത്മാവ് ഈ മാസം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കർത്താവേ ദാസിയെ ഇന്ന് രാവിലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അത്ഭുതത്തെ സഞ്ചരിക്കുമാറാകട്ടെ. ജോസഫ് നിർമ്മല സിസ്റ്റനായി കർത്താവേ ഗ്ലോറിക്കായി എബിനേസനായി ജപിക്കുന്ന ആണ്ടവരെ അത്ഭുതം അടമനഘടകൾ ചലാദന ഒരു ഘട്ടത്ത് ഒരു ചള്ളയും ചവിട്ടിയതുപോലെ ചെളിയും ചവിട്ടിയതുപോലെ ഒരു കാലകത്താണു ആ കാലത്ത് മറ്റേ കാലത്താണു ഇങ്ങനെ താണുമെണ്ണിറ്റ് ചതഞ്ഞ ചള്ളയെ കൂടെ നടന്നു പോലത്തെ അന്തരീക്ഷത്തോടെ. എന്നാൽ വചനം പറഞ്ഞ അവന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കി. ഉടമനകക്ഷലാദന അടമധുര അപ്പനാണ് രാജ്യത്ത് പോയത്, പക്ഷെ മക്കളെ ദൈവ രാജ്യത്തേക്ക് അയക്കും. അപ്പൻ മക്കളെ രാജ്യത്തിലേക്ക് അയക്കുമ്പോൾ അപ്പനും അമ്മയും മകനോടും മകളോടും അപ്പുറത്തും ഇപ്പുറത്തും പോയി താമസിച്ച് സഞ്ചരിക്കുന്ന നിലയിലേക്കാണ് നയിക്കും. അപ്പോൾ വീട്ടുകാർ പറയും, ഇവളോ അർപ്പുതം കൊടുത്തല്ലോ, അവർ യേസപ്പെ പെറ്റുള്ളതുകൊണ്ടാണ് ഇതുപോലെ കാര്യം ചെയ്തു എന്ന് ചെയ്യത്തക്ക നിലയിൽ ദൈവാത്മാവ് അത്ഭുതമാക്കിയാണ്. കുടുംബക്കാർ അതിശയിക്കത്തക്കണം. ദൈവാത്മാവ് അത്ഭുതം ചെയ്യുന്ന ദിവസത്തിലേക്ക് ദൈവ സ്റ്റെപ്പ് വെക്കുകയാണ്. കവലപ്പെടാതെ സ്റ്റെപ്പ് വെച്ച് ജോമണി മുന്നോട്ട് ജപിക്കാൻ ആണ്ടവരിലേക്ക് ആണ്ടവർ വാർത്തയിൽ പേശുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവേ, ഞങ്ങളൊപ്പം വന്ന ദൈവമക്കൾ വരുവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ജനത്തെയും ഈ രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കർത്താവിന്റെ ദാസ നിലയിൽ ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ഈ ദൂതുകളും വചനത്തിന്റെ വെളിപ്പാടുകളെ കൊണ്ട് ഞാൻ അവരെ ഉറപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം പുഷ്ടിയും കൊടുത്ത് മാനിക്കണം. ഒരു നിമിഷം ഒരു മിനിറ്റ് ദൈവമക്കൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം വേഗത്തിൽ. നമ്മുടെ സമയം അധികം പോയി. എന്നാൽ വേഗത്തിൽ അന്യഭാഷയിൽ ആ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നമുക്ക് കയറി വരാം. ആത്മാവിൽ ആരാച്ച വെളിപ്പാട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഉടരഘടക ഷൗഡമൽക്കരാധന
വിടവടവദന തുലകടക ശബ്ദമക്കിരാദന അടമങ്കിരിവിട വംശമാദന വൈശാലകത്തിന് വിടവലവച്ചന അങ്കൽക്കരകടക ശൗഡം തരാദന വൈഡച്ചല ദിനം ജലവിടവശസി ഉടവലകത്തി മടജക്ഷാദിക അദക്ഷലവിടമ ധൂരക്ഷലകടന ദീപക്കടമം ധൗരക്ഷലത അടജക്ഷാന്തരി വിടവക്ഷാല അകത്തടമന്തരി വിടവലകശി ഉടവലമത്ത മനകസാല വെട്ടിവെച്ചല അന്തലക്ക് നാജകക്ഷസി ഓടപ്പടമ ധൗരക്ഷലാദന ഉടന്തിരി വിടവ ശൗഡമൽക്കരാദന അടച്ചലവിടമ ധൂരക്ഷസാനവ അതിലവ തിരിവിടവലവക്ഷസി ഉടപ്പടവടമ ധൂരക്ഷലാദന അങ്കൽക്കരകടക ശൗഡമന്തരാദന അടച്ചിരിവിടവലക ശൗഡക്ഷലാദന ആദക ശലവൗഡമ തിരിവിടകശസാനവ അഖാന സേബൽഖ രേമാന ജേമാക്കി മൗഡന്തി അച്ചലമൗട്ടി മഞ്ചലയാട്ടി പടച്ചലാദന അടച്ചലവട യേശുവേ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ആമേ ഈ മാസം ആമേ നന്മകളാലും അനുഗ്രഹത്താലും അലങ്കരിച്ച് ഉയർത്തി അവൻ ജയവും ഉല്ലാസവും കൊടുത്ത് തന്റെ ജനത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്വസ്ഥത, നല്ല സമാധാനം, നല്ല കുടുംബജീവിതം, തലമുറയിൽ നല്ല അനുഗ്രഹങ്ങൾ കർത്താവേ, ഞാൻ ആത്മാവിൽ ഹൃദയം തുറന്ന് അവരെ അനുഗ്രഹിച്ച് ആമേ ദൈവമേൽപ്പിക്കുന്നു. കർത്താവ് നിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അനുഗ്രഹം വാങ്ങുന്നതിനേക്കാൾ കൊടുപ്പില്ലെന്ന് പറഞ്ഞ വചന പ്രകാരം ഞാൻ അവർക്ക് അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ. എന്റെ ആത്മാവേ കർത്തൃ സ്തോത്രേ, എൻ മുഴുവനമേ പരിശുദ്ധ നാമത്തെ സ്തോത്രേ. എന്റെ ആത്മാവേ കർത്തൃ സ്തോത്രേ. കർത്തൃ ഉപകാരം മറവാതെ ആമേൻ 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 വീഴാതെ നമ്മൾ സൂക്ഷിച്ച് നിർത്തിയ പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗ കൂട്ടായ്മ കാവലും പ്രിയമുള്ള നമ്മുടെ കുടുംബത്തെ സകല വിശുദ്ധന്മാരും ഈ 6 മാസം മുഴുവൻ നമ്മളെല്ലാവരും കർത്താവ് വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഇന്ന് രാവിലെയും ആമേൻ ചെയ്യുന്ന ഈ മാസത്തിൽ പ്രവേശിപ്പിച്ച ആ മഹാദൈവത്തിന് കരങ്ങൾ നന്ദി പറ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരുമാറകണമേ. ആമേൻ 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 ആമേൻ. എല്ലാവർക്കും വന്ദനം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുന്ന ഒരു മാസത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗം എല്ലാ ഉയർത്തുന്ന മാനിക്കട്ടെ. God bless you all. Thank you Jesus. Thank you, Pastor. Thank you. God bless you. God Happy bless you. birthday. Thank you. Thank you. Happy God bless you. birthday. God bless you. 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 So. Thank you, Pastor. Thank you. God bless you. God bless you. God bless you, Pastor. Okay. God bless you. God bless you. God bless you. God bless you. Praise God. Okay, brother.